എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്ക്കുന്നത് ക്രിസ്മസിനൊക്കെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് 3 വയസ്സ് മുതൽക്ക് 4 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെ അളവിലാണ് നമ്മളിപ്പോൾ ഈ ഡ്രസ്സ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.5 മീറ്ററാണ് ഞാൻ നെറ്റിൻ്റെ ഫാബ്രിക് എടുക്കുന്നത്. 1.5 മീറ്റർ എടുത്താൽ മതിയാവും. പിന്നെ ക്രേപ്പിൻ്റെ തുണി വേണം നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട്. അതായത് യോക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജോർജറ്റിൻ്റെ ക്ലോത്തും എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ തുണി ഇവിടെ 4 മടക്കിയിടുന്നുണ്ട്. 4 മടക്കിയിടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുകയാണ്. അല്ല മടക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ തുണി വേസ്റ്റ് ആവില്ല. ഞാനിവിടെ യോക്കിന് ലെങ്ത്ത് കൊടുക്കുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ആഡ് ചെയ്യും. അപ്പോൾ 10 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 8 ഇഞ്ച് വിഡ്ത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചാണ് സീം അലവൻസ് എടുത്തത്. അതുകൊണ്ട് 7.5 ഇഞ്ചാണ് ഞാൻ വിഡ്ത്ത് കൊടുത്തത്. 10 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ മടക്കിയിടുകയാണ്, വെറുതെ തുണി വേസ്റ്റ് ആവില്ല. മുകളിൽ ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്, തുണി ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യണം. 5 ഇഞ്ചാണ് ഷോൾഡർ, 5 ഇഞ്ച് തന്നെയാണ് ആം ഹോളും. ഇത് രണ്ടും കൂടി നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഉള്ളോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഫ്രണ്ടിൽ ആം ഹോളും കൂടി വരച്ചിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 2 ഇഞ്ചാണ്. ഫ്രണ്ടിലെ ഇറക്കം 3 ഇഞ്ചും ബാക്കിലെ ഇറക്കം 2 ഇഞ്ചുമാണ്. അത് രണ്ടും നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെസ്റ്റ് അളവ് ഓൾറെഡി പറഞ്ഞു 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഷേപ്പ് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 പോയിൻറ്റും നമ്മൾ ചേർത്ത് വരച്ചു. ഇന്ന് താഴെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത ലൈനിന് മുകളിലേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്. അതായത് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. നമ്മൾ ഫ്രോക്ക് ആകുമ്പോൾ കർവ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കുന്നത്. ഇനി നമ്മൾ വരച്ച അത്രയും അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്കിലെ നെക്കും ബാക്കിലെ ആം ഹോളും കട്ട് ചെയ്യുക. എന്നിട്ട് ഉള്ളിലുള്ള ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആം ഹോളും കട്ട് ചെയ്യാം. ഇനി നമുക്ക് യോക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രണ്ടിലെ നല്ല തുണി, അതായത് ജോർജറ്റിൻ്റെ തുണി എടുക്കാം. തുണി എടുത്തിട്ട് മുകളിൽ നിന്ന് ഇതേപോലെ 1.5 ഇഞ്ച് 2 സൈഡിലും മാർക്ക് ചെയ്യുക. വിഡ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ ആ വിഡ്ത്തിൽ വേണം നമ്മളിത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വെറുതെ തുണി വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് 2 സൈഡിലും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ടേക്ക് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. ഓരോ ഇഞ്ച് വീതം ഞാനൊരു 12 വരെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 12 ഇഞ്ചസ് വരെ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെങ്ത്ത് നമ്മൾ ഓൾറെഡി 10 ഇഞ്ചാണ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായാലും ബാക്കിലായാലും യോക്കിന് നമ്മൾ 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 12 ഇഞ്ച് വരെ ഞാൻ ഇതേപോലെ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമ്മൾ 2 ഭാഗത്തും വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വരച്ചു കൊടുത്ത ഭാഗം നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. നമ്മൾ മാർക്ക് ചെയ്ത അത്രയും വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് പിൻ ടക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്തിട്ട് സാധാരണ നോർമൽ തുണിയിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്താലും മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഫ്രണ്ടിലെ ഭാഗത്തേക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. കാഴ്ചയ്ക്ക് ഭംഗിയാണ്. സാധാരണ പ്ലെയിൻ തുണി വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതിനെക്കൊണ്ട് ഞാനിത് ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ലെങ്ത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. വെറുതെ കുറേ സ്റ്റിച്ച് ചെയ്യേണ്ട. ലെങ്ത്ത് അടക്കൊന്ന് ലൈനിങ്ങിൽ നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കിയാൽ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ നല്ല വശം, ഇതിൻ്റെ മുകളിൽ ലൈനിങ് അതേ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് വെക്കുക. എന്നിട്ട് ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ നിങ്ങളൊരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം. സാധാ നോർമൽ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ആം ഹോൾ കട്ട് ചെയ്യുക, നെക്ക് കട്ട് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലുള്ള ആം ഹോളും കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ചെടുക്കുക. മറിച്ചിട്ട് അതൊന്ന് പതിച്ചടിക്കുക. അപ്പം നമ്മുടെ നെക്കും ആം ഹോളിൻ്റെ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഞാനിത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനിനി സ്ലീവിൻ്റെ ഭാഗമൊന്നും ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല, എക്സ്ട്രാ ചെയ്യുന്നില്ല. 2 സൈഡും ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവ് പ്രകാരം താഴ്വശം നമ്മൾ കട്ട് ചെയ്യുക. അതായത് താഴ്വശം നമ്മൾ ഓൾറെഡി കർവൊക്കെ ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നമ്മൾ നല്ല തുണി കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിലെ പീസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ബാക്കിലെ പീസും ഇതേപോലെ തന്നെ നല്ല വശം, അതായത് നല്ല തുണീൻ്റെ നല്ല വശം വെക്കുക. അതിൻ്റെ മുകളിൽ ലൈനിങ് വെക്കാം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സെൻറ്ററിൽ നമ്മൾ ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ സിബ് വെക്കാൻ വേണ്ടി പോകുന്നത്. സിബ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ താഴത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ച് വരെയാണ് ഞാനിവിടെ സിബ് വെക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ നെക്കിൻ്റെ ആ സെൻറ്റർ എത്തുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് താഴോട്ടേക്ക് നമ്മൾ സിബിന് എത്രയാണോ ലെങ്ത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ആ ലൈനിൻ്റെ തൊട്ടടുത്ത് കൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് അവിടെ ഇറക്കി നിർത്തിയിട്ട് അവിടുന്ന് വെർട്ടിക്കലായിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് പിന്നെ അവിടെ നിർത്തിയതിന് ശേഷം പിന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക, ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള പീസസൊക്കെ കട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ നെക്കും ആം ഹോളൊന്നും കട്ട് ചെയ്തിട്ടില്ലല്ലോ, നല്ല തുണീൻ്റെ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ കറക്റ്റ് സെൻറ്ററിൽ, ആ ലൈനും കൂടി കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, സ്റ്റിച്ചിൽ പെടാതെ ചെറുതായിട്ട് കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചെടുക്കുക. മറിച്ചതിന് ശേഷം നമുക്ക് പതിച്ചടിക്കാം. പതിച്ചടിക്കുമ്പോൾ ഇതുപോലെ തന്നെ ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് അതായത് നെക്കിൻ്റെ പകുതി വരെ വന്നതിന് വരുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ സിബും കൂടി വെച്ച് കൊടുക്കുക. സിബും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി പിന്നെ സിബ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് നമുക്ക് സ്റ്റിച്ചിങ് കഴിയും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരികയും ചെയ്യും. പിന്നെ ഞാനിതിവിടെ മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമുക്ക് ഷോൾഡറും കൂടി ജോയിൻ ചെയ്യാം. നമുക്ക് യോക്കിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സ്കേർട്ട് നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഒരു ലെയർ നമ്മൾ നെറ്റിലാണ് ചെയ്യുന്നത്, ഒരു ലെയർ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയിൽ താഴത്ത് നെറ്റ് പ്രില്ലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രില്ലിടാൻ വേണ്ടിയിട്ട് ഞാൻ 5 ഇഞ്ച് വെച്ചിട്ട് 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൊത്തം 1.5 മീറ്ററാണ് ഫാബ്രിക്. ആ ഫാബ്രിക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് ഞാൻ ഇതേപോലെ മടക്കിയിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മൊത്തം വിഡ്ത്ത് ഞാൻ താഴത്തുള്ള മൊത്തം വിഡ്ത്ത് ഞാൻ കവർ ചെയ്തിട്ടാണ് ഞാൻ 5 ഇഞ്ച് ലെങ്ത്തിൽ 5 പീസല്ല 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. 4 പീസ് കട്ട് ചെയ്തെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും, അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പിന്നെ നമുക്കിനി ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 26 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ 9 ഇഞ്ച് യോക്കിന് പോകും. 26-ന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 17 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 17-ൻ്റെ അകത്ത് നിന്ന് നമ്മൾ 4.5 ഇഞ്ച് കുറയ്ക്കണം. 4.5 ഇഞ്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, താഴത്തെ നമ്മൾ കൊടുക്കുന്ന പ്രില്ല് 5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തത്. പക്ഷെ 5 ഇഞ്ചിൽ കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് പോകും. അപ്പോൾ അത് കുറച്ചിട്ടാണ് നമ്മൾ 4.5 ഇഞ്ച് കുറയ്ക്കുന്നത്. പിന്നെ നെറ്റ് ആയതുകൊണ്ട് തന്നെ താഴ്വശം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടുത്തെ സീം അലവൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 17-ന്ന് 4.5 ഇഞ്ചും കൂടി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 12.5 ഇഞ്ച് കിട്ടും. ഈ 12.5 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ടിന് ഫസ്റ്റത്തെ ലെയർ, അതായത് താഴത്ത് വരുന്ന ലെയറിൽ ലൈനിങ്ങിന് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. ഈ 12.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം. ഈ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് യോക്ക് അറ്റാച്ച് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ പ്രില്ലും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ 1/2 ഇഞ്ച് വെച്ച് നമുക്ക് 2 ഭാഗത്തും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ 12.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 13.5 ഇഞ്ച് എടുക്കും. ഇത് ഞാനിപ്പോൾ അതായത് ഈ ഒരു കേസിൽ 3 വയസ്സുള്ള കുട്ടീൻ്റെ അളവിൽ ഞാൻ എടുത്തിട്ടുള്ള ലെങ്ത്ത് എന്നാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ അളവ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെയിം മെത്തേഡ് ഉപയോഗിച്ചാൽ മതി, നിങ്ങളുടെ അളവാക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് മുകളിൽ വരുന്ന ലെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് 12.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ 12.5 ഇഞ്ചിൽ നിന്ന് പിന്നെയും നമ്മൾ 4.5 ഇഞ്ച് കുറയ്ക്കുക. അപ്പം 12.5 നിന്ന് പിന്നെയും 4.5 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 8 ഇഞ്ച് കിട്ടും. ഈ 8-ൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇതേപോലെ തന്നെ സീം അലവൻസിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ 9 ഇഞ്ച് കിട്ടും. അപ്പോൾ മുകളിൽ നമ്മൾ നെറ്റ് കട്ട് ചെയ്യേണ്ട ലെങ്ത്ത് 9 ഇഞ്ചാണ്. താഴത്തെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യേണ്ട ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. 9 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതേപോലെ നെറ്റും 4 മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മളെ യോക്കിൻ്റെ അതേ കറക്റ്റ് അളവ് സൈഡിൽ ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഫ്ലെയർ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വിടുത്താക്കി എടുക്കാം. ഞാൻ വിടുത്താക്കിയിട്ടൊരു 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 12 ഇഞ്ച് വിടുത്തും 9 ഇഞ്ച് ലെങ്ത്തും ഉള്ള പീസാണ് 4 മടക്കിയിട്ടത്. അതിൽ യോക്കിൻ്റെ അളവ് കറക്റ്റ് വെച്ചിട്ട് ബാക്കി ഞാൻ ഇതേപോലെ ചരിച്ച് ആംഗിളാക്കി വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് താഴത്തുനിന്ന് നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്തും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, താഴ്വശം തൂങ്ങി പോകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത അളവിൽ നമുക്ക് ഈ നെറ്റൊന്ന് കട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ലെയർ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കട്ട് ചെയ്യുന്നത് ഞാൻ ലൈനിങ്ങിലാണ്. നിങ്ങൾക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാണ്ട് ജോർജറ്റിൻ്റെ തുണിയിൽ കട്ട് ചെയ്തിട്ട് പിന്നെ മൂന്നാമതൊരു ലെയറായിട്ട് ലൈനിങ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ലൈനിങ്ങിൻ്റെ ക്രേപ്പ് തുണിയിലാണ് താഴത്തെ ലെയർ കട്ട് ചെയ്യുന്നത്. താഴത്തെ ലെയർ കട്ട് ചെയ്യാൻ 13.5 ഇഞ്ചാണ് ലെങ്ത്ത്. വിടുത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ 12 ഇഞ്ച് തന്നെയാണ് വിടുത്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ
നെറ്റ് കട്ട് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെ കട്ട് ചെയ്യുക. യോക്ക് വെച്ച് കൊടുത്തിട്ട് മുകളിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴെ നമ്മൾ ബാക്കിയുള്ള ഭാഗം ആംഗിളാക്കി വരയ്ക്കാം. എന്നിട്ട് 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരച്ചിട്ട് കർവ് ചെയ്ത് വരയ്ക്കാം. നമുക്ക് പീസസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെറ്റല്ല, നമ്മൾ 5 ഇഞ്ച് ലെങ്ത്തിൽ 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 4 പീസും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക. ലൂസായിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നൂല് ഇതേപോലെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്തിനനുസരിച്ചിട്ട് പ്രിൽസ് കിട്ടും. അപ്പം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ടിൻ്റെ പീസ്, അതായത് നെറ്റിൻ്റെ പീസിലും ലൈനിങ്ങിൻ്റെ തുണിയിലും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നെറ്റിൻ്റെ തുണി നല്ല വശം വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ പ്രില്ലിട്ട് എടുത്തിട്ടുള്ള പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് താഴ്വശം നമ്മൾ കർവ് ചെയ്ത് വരച്ചിട്ടുള്ള അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നെറ്റിൻ്റെ 2 തുണിയും സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ തുണിയിലും സെയിം ഇതേമാതിരി തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും. അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ കാണാനും സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഫ്രോക്കിന് കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ബാക്കിൽ നമ്മൾ കെട്ടുമല്ല, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ച് വിഡ്ത്തും 26 ഇഞ്ച് ലെങ്ത്തും ഉള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് നടു മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു ആംഗിളാക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. അതായത് 2 വശം സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ യോക്കിൻ്റെ പീസ് അവിടെ നിന്ന് താഴത്തു നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ നമ്മൾ നല്ല വശത്തേക്ക് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന മാതിരി നമ്മളിപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ള നമ്മുടെ കെട്ടിൻ്റെ തറ്റാണ് നമ്മൾ ഇതേപോലെ പിൻകുത്തി കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ 2 സൈഡിലും പിൻകുത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കി കെട്ടുണ്ടല്ലോ, ആ കെട്ട് നടുക്കിലേക്ക് വെക്കുക. കാരണം സ്റ്റിച്ച് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നടുക്കിലേക്ക് വെക്കുക. നമ്മൾ നേരത്തെ സൈഡിൽ മെഷർമെൻറ്റ് കൊടുത്ത അളവ് പ്രകാരം 2 സൈഡും ചേർത്തടിക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് മറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായും കൊണ്ട് നമ്മൾ നെറ്റിൻ്റെ പീസ് വയ്ക്കുക. എന്നിട്ട് പിന്നെ നെറ്റിൻ്റെ പീസ് വയ്ക്കുക, പിന്നെ ലൈനിങ്ങിൻ്റെ പീസ് വയ്ക്കുക. അങ്ങനെ വെച്ചിട്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഫുള്ളായിട്ട് 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നമുക്ക് ഷേപ്പിൻ്റെ ഭാഗം കറക്റ്റ് ഷേപ്പിൻ്റെ അതേ അളവിൽ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ആംഗിളാക്കിയിട്ട് തെറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. സ്കേർട്ടിൻ്റെ പാർട്ട് ഇതുപോലെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് യോക്ക് പീസ് അറ്റാച്ച് ചെയ്യാം. യോക്ക് പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കേർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ യോക്കിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ മുകളിൽ ഫ്രണ്ടിലെ നല്ല വശം വരുന്ന രീതിയിലും ബാക്കിലെ പീസിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിലും വെച്ചിട്ട് നമ്മൾ പിന്ന് കുത്തി കൊടുക്കുക. പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ റൗണ്ടായിട്ട്, ഇപ്പോൾ ഒരു റൗണ്ട് രീതിയിലാണല്ലോ ഉള്ളത്, ആ റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ട് നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.